പാഠം 74. ഒരു വികലാംഗന്റെ പരാക്രമങ്ങൾ. സാറിന് സ്കൂട്ടർ ഓടിക്കാൻ അറിയില്ല. അതുകൊണ്ട് സ്കൂട്ടർ ഓടിക്കുന്നവരെ കാണുമ്പോ സാറിന് അസൂയയാ. ആ അസൂയയുടെ പേരിലാണ് ഈ പെട്രോളിന്റെയും കാർബൺ മോണോക്സൈഡിന്റെയും കഥ പറയുന്നത്. എങ്ങനെയെങ്കിലും സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കണം. എന്നിട്ട് ഉത്തമന്റെ ഈ സ്കൂട്ടർ ഓടിച്ച് ആഫീസിൽ ചെല്ലാം. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. ഞാനേ വീട്ടിൽ പോയാലെന്ന് ആലോചിക്കാം. ഈ കൈയും കെട്ടിത്തൂക്കി ഇവിടെ ഇരുന്ന ഇവിടെ എന്റെ നെഞ്ചത്ത് പൊങ്കാലയിടും. ഞാനില്ലാത്ത നേരം നോക്കി നിങ്ങൾ തോന്നിവാസം കാണിക്കാതിരിക്കാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഞാൻ ഇവിടെ തന്നെ കാണും. ഞാൻ പറയുന്നത് അതുപോലെ ചെയ്തേ പറ്റൂ. സാർ മിണ്ടരുത്. സാർ അനുസരിക്കുക. ഈ അവസ്ഥയിൽ എങ്ങനെ വീട്ടിൽ പോണേ? പോയല്ലേ പറ്റൂ. മോഹനേട്ടനോട് ചികിത്സിക്കാൻ പറ്റില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. തുടങ്ങി. ഒരു ജോലി ചെയ്യാൻ സമ്മതിക്കില്ല. വയ്യാതെ കിടക്കാണല്ലോ എന്ന് കരുതി ബാക്കിയുള്ളവൻ ക്ഷമിക്കുമ്പോ വില്ലേജ് ഓഫീസർ തലക്കറി നിരങ്ങുക. ഇതിന് എന്തിനാണോ? മോഹനേഷിന്റെ അടുത്ത് ആ കളി. വികലാംഗ പെൻഷൻ അപേക്ഷ പത്രം വായന നിർത്തി തിന്നാൻ തുടങ്ങിയോ? മോനേട്ടാ, നീ പത്രം വായിച്ച? പത്രം വായിച്ചു തരാനോ? മോനോടൊന്ന് വായിക്കാറുന്നൂടെ? എനിക്ക് വായിക്കാൻ അറിയാം, പക്ഷെ 2 കൈ ഒഴിഞ്ഞിരിക്കുകയല്ലേ. കൈകൊണ്ടല്ലോ പത്രം വായിക്കുന്നത്, കണ്ണുകൊണ്ടല്ലേ. പക്ഷെ പത്രം ഇങ്ങനെ മറിച്ച് നോക്കാൻ പറ്റുന്നില്ല. ഇത്ര മറിച്ച് നോക്കാൻ എന്തിരിക്കുന്നു? ആകെപ്പാടെ 10-12 പേജല്ലേ ഉള്ളൂ. ഒരു പേജ് വായിച്ചു തീരുമ്പോ ഒന്ന് മറിച്ച്. അതിന് ഈ കൈയൊക്കെ മതി. എനിക്കറിയാം പാമ, എന്റെ കൈകൾക്ക് അപകടം പറ്റി നീ ഒരു അവസരമാക്കി എടുത്തിരിക്കുക. കഴിഞ്ഞ 3-4 വർഷമായിട്ട് നിനക്കെന്നോടുണ്ടായിരുന്ന സകല ദേഷ്യം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നീ ഇപ്പൊ എന്റെ ഇങ്ങനെ പറയില്ലായിരുന്നു. എനിക്കൊരു ദേഷ്യമില്ല മോഹനേട്ടാ. അടുക്കളയിൽ എനിക്ക് പിടിപ്പത് പണിയുണ്ട്. അതിനിടയിൽ എന്നെ ഇപ്പോഴും ഭാമയെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യും? അപ്പൊ എനിക്ക് പത്രം വായിക്കണ്ടേ? രാവിലെ പത്രം വായിക്കായിരുന്ന എനിക്ക് ആകെ ശ്വാസം മുട്ടില്ല. ആ ശ്വാസം മുട്ടൽ മാറുമ്പോൾ വിശക്കുന്നേന്ന് പറഞ്ഞ് ബഹളം തുടങ്ങില്ലേ? ഞാൻ അടുക്കളയിൽ കയറി വല്ലതും വച്ചുണ്ടാക്കിയില്ലെങ്കിൽ എന്തൊക്കെ ഞാനിന്നും വെക്കും. രാവിലെ പത്രം വായിക്കുന്ന ശീലമില്ലാത്തോടെ നീ ഇതൊക്കെ പറയുന്നത്. ഇപ്പോ ഈ പത്രം നീ എനിക്ക് വേണ്ടി വായിച്ചു തന്നാ അതുകൊണ്ട് നിനക്കും ഗുണമുണ്ടാവും, എനിക്കൊരു സഹായമാവും. ലോകത്ത് എന്തൊക്കെയാ നടക്കുന്നതെന്ന് നിനക്കറിയാനും പറ്റും. എനിക്കെന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വഴി ഞാൻ അന്വേഷിച്ചോളാം. ആദ്യം അടുക്കളയിലെ പണി തീർത്തിട്ടേ ഞാൻ എന്തിനും ഉള്ളൂ. സാർ ഇത് വെച്ചോണ്ട് ഇവിടെ ഇരുന്നോ? നമ്മൾ എത്ര വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു അപകടം പറ്റിയാ പിന്നെ ഒരു വിലയില്ല. ഇതൊക്കെ മാറണം. ഇതൊക്കെ മാറ്റണം. 2 കൈയിലത് എങ്ങനെ വായിക്കും? വീണ്ടും തുടങ്ങി. ഈശ്വര, ഇതിങ്ങനെയായാൽ മോഹനയുടെ കൈ ശരിയാവുമ്പോഴേക്കും ഞാൻ നക്ഷത്രം. എന്റെ അമ്മ വരുന്നേ. ഈ ഷർട്ട് ഇടുന്ന കാര്യം
വലത് കൈ. ഭാമേ ഇങ്ങോട്ട് കേറ്. എന്താ വേണേട്ടാ ഈ ഷർട്ട് കിട്ടുക. ഇപ്പൊ എന്തിനാ ഷർട്ട് ഇടുന്നത്? എങ്ങും പോവാനില്ലല്ലോ. എവിടെയെങ്കിലും പോവാൻ മാത്രമാണ് ഷർട്ട് ഇടുന്നത്. എനിക്കിപ്പോ ഷർട്ട് ഇടോ? മോഹനേട്ടാ, ഒരസുഖം വന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് പെരുമാറണം. സാധാരണ ആളുകൾ ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ വല്ല തടയിൽ കിടക്കും. ഇതിപ്പോ ഷർട്ട് കൊണ്ട് തേച്ച് മടക്കി കൊടുത്ത് ആരെ കാണിക്കാനാണ്? കാണാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അതുകൊള്ളാം. ആരും കാണാനില്ലെന്നോർത്ത് തുണി കൊടുക്കാതെ നമ്മള്. നീ എന്തിനാ ചുരിദാറിട്ടേക്കണേ? അയച്ചേ, ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അതാണോ ഞാൻ പറഞ്ഞതിനുള്ള മറുപടി? ഭാമേ, ഞാനിവിടെ 2 കൈ ഒടിഞ്ഞെടുക്കാണെന്ന് അറിയുമ്പോ എന്നെ കാണാൻ ഒരുപാട് നല്ല മനുഷ്യർ വരില്ലേ? ഞാനൊരു വലിയ ഓഫീസറാണല്ലോ. അങ്ങനെ ആളുകൾ ഇങ്ങനെ നിരനിരയായിട്ട് വരുമ്പോ ഈ കയ്യിലും ബനിയനൊക്കെ ഇട്ട് ഞാൻ എങ്ങനെ അവരൊന്ന് പോയി നിൽക്കും? കൈ 2 ഒടിഞ്ഞാലും ദുരഭിമാനത്തിന് ഒരു കുറവുമില്ല. ഈ വേഷത്തിൽ ആരെങ്കിലും വില്ലേജ് ഓഫീസറെ കണ്ടാൽ ആകാശോടി വീഴുമല്ലോ. ഇങ്ങതാ ഞാൻ ഇട്ട് തരാം. ഓ, ഹാങ്കർ അടക്കമാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. വേഗം ഇട്. അയ്യോ, ഇനി മുണ്ട്. കൊണ്ടോ. ഈ മുണ്ടല്ല, ആ മുണ്ട്. ഓ, എപ്പോഴും ചേർന്ന് മാത്രം ഇടാൻ പാടുള്ളൂ. ആ കര അങ്ങോട്ട്. ഒരു മുണ്ട് പോലും ഉടുപ്പിക്കാൻ അറിയില്ല അവർക്ക്. ഇപ്പൊ അഴിഞ്ഞു പോവുള്ളത്. ഇതിപ്പോ എങ്ങനെ എടുക്കുന്നേ? ഭാമേ, ഭാമേ, എന്തിനേക്കാണ് ഒച്ച വെക്കുന്നേ? ഫോൺ മേടിക്കുന്നൂടെ? ഞാൻ എന്തെങ്ങനെ എടുക്കും? ഇത് വലിയ കഷ്ടാണ് മോനേട്ടാ. ഹലോ, അതെ മോനേട്ടനുണ്ട്, കൊടുക്കാം. ശിശു പറഞ്ഞിടണം. ഹലോ, ആ ശിശുപാല. ഏയ് കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു വേദന. ഇതൊന്നും നമുക്ക് പ്രശ്നമല്ലല്ലോ. ഇത് തീയിൽ കുരുത്ത് വെയിലത്ത് പാടുന്നത് എങ്ങനെയാ? അങ്ങനെ അസൗകര്യങ്ങളൊന്നുമില്ല. 2 കൈയല്ല 2 കാല് ഒടിഞ്ഞാലും ഈ മോഹനേഷൻ നോക്കാൻ മോഹനേഷൻ അറിയാം. ഭാമയോ, സഹായിക്കണമെന്നൊക്കെ ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാനുണ്ടോ സമ്മതിക്കാൻ? ഇപ്പോഴെന്തെങ്കിലും സഹായം ഞാൻ ചോദിച്ചാൽ പിന്നെ അതും പറഞ്ഞ് അവളെന്നെ വിലപേശും. നമുക്കതിന്റെ ആവശ്യമെന്താ? ഇപ്പൊ തന്നെ ഷർട്ടിടുന്ന കാര്യം വന്നു. സഹായിക്കാമെന്ന് അവൾ പറഞ്ഞതാ. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. ഷർട്ടും മുണ്ടും ഒക്കെ ഉടുക്കാൻ വേറൊരാളുടെ സഹായം നമ്മൾ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല ശിശുപാല. മനസ്സിലായല്ലോ? ഞാൻ പിന്നെ വിളിക്കാം. കേട്ടാ എന്തോ? ഇരിക്കട്ടെ. അത് വെച്ചു. എന്തോ? എന്താ പറഞ്ഞത്? അതെ, ശിശുപാലിനെ പറ്റിക്കാൻ പറഞ്ഞല്ലേ? ശിശുപാലൻ ചേട്ടനെ പറ്റിക്കാനോ എന്നെ കൊച്ചാക്കാനോ? ഇത്രയൊക്കെ സഹായിച്ചാലും അത് സമ്മതിച്ചാറില്ലേ? ഷർട്ട് ഇട്ട് തന്നതും ഞാൻ, മുണ്ട് ഉടുപ്പി തന്നതും ഞാൻ. പക്ഷേ ഒന്നും അത്ര ശരിയായിട്ടൊന്നുമില്ല. ഷർട്ട് ഇട്ടതോ? അല്ല, മുണ്ടെടുത്തത് ഞാനെടുക്കുമ്പോ കുറച്ച് നല്ല വൃത്തിയായിട്ടിരിക്കും, പിന്നെ കുറച്ച് മുറിയിരിക്കും. ഇത് നിനക്കാണെങ്കിൽ അത്ര നിശ്ചയം ഉടുപ്പിക്കാൻ. എനിക്കെന്നും മുണ്ടുടുക്കലാണല്ലോ പണി. ഒരു സഹായം ചെയ്തെന്ന് അതിന് കുറ്റം പറയണേ. കുറ്റം പറഞ്ഞാ ഒരു കാര്യം ശരിക്കും കുറ്റം പറയും. അതിന് നിനക്ക് ദേഷ്യം വരുന്ന എന്തിനാ? ഇല്ല, ദേഷ്യപ്പെടുന്നില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഈ കെട്ട് 1-2 ആഴ്ചക്കുള്ളിൽ അഴിക്കാൻ പോകുന്നില്ലല്ലോ. അതുവരെ ഒരു ചെറിയ കാര്യം പോലും ഈ സത്യഭാമ ചെയ്തു തരാൻ പോകുന്നില്ല. പിന്നെ നിന്നെ അങ്ങനെ ഉണ്ടല്ലേ മോഹനേഷൻ ഇവിടെ വരെ എത്തിയത്. നിന്റെ സഹായം ഇല്ലെങ്കിൽ ഞാൻ ചത്തുളയെന്നറിയോ നീ? ഉറപ്പാണല്ലോ. ഉറപ്പ്. നിന്റെ ഒരു സഹായവും ഈ മോഹനേഷൻ വേണ്ട. വെറും വാക്ക് പറയല്ലേ. മോഹനകൃഷ്ണൻ വെറും വാക്ക് പറഞ്ഞ ചരിത്രമില്ല. ശരി ശരി.
പോയാ ഇനി ഫോൺ വന്നാലല്ലേ എടുക്കേണ്ടി വരൂ. എടുക്കേണ്ടി വന്നാലല്ലേ അവളുടെ സഹായം ആവശ്യമുള്ളൂ. അവനെ തോപ്പിക്കാൻ നോക്കുന്നു. പിന്നെ സത്യഭാമയോടാണ് കളി. രണ്ടു കൈയും കെട്ടിത്തൂക്കിയിട്ടിട്ട് വില്ലേജ് ഓഫീസർ എന്ത് ചെയ്യുന്നു കാണണമല്ലോ. സാറിനെ മര്യാദ പഠിപ്പിക്കാൻ ഈശ്വരനായിട്ട് തന്ന അവസരമാ. ഇത് ഞാൻ കളയില്ല. ഒന്നും ചെയ്യാനില്ലല്ലോ. മോനേട്ടാ, കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അവളുടെ ശബ്ദത്തിലെ ഒരു അഹങ്കാരം, ഞാൻ തോറ്റു കൊടുക്കുന്ന ധാരണ. നടക്കില്ല ബാമേ. കഴിക്കുന്നില്ലേ? കഴിക്കാണല്ലോ. ഇങ്ങനെയാണോ കഴിക്കുന്നത്? എനിക്ക് സൗകര്യമുള്ളവർ കഴിക്കുന്നത്. വേണ്ടി വരും. ഞാൻ സഹായിക്കില്ലല്ലോ. നിന്റെ സഹായം വേണ്ടല്ലോ. പറഞ്ഞത് തെറ്റായി പോയി ഭാമേ. ഒന്ന് സഹായിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ വാരിത്തരാം. പട്ടി പറയും. പട്ടി പറഞ്ഞിട്ട് കാര്യമില്ല. മോഹനിട്ട് പറയാം. ഞാൻ അങ്ങനെ പറയുന്നത് പ്രതീക്ഷിച്ച് അവിടെ നിൽക്കുന്ന ഭാമേ. ഞാൻ പറയില്ല. ഞാനേ വില്ലേജ് ഓഫീസർ മോഹനേഷന. അങ്ങനെയാണ് കഴിച്ചു. കാപ്പി വേണ്ട. അങ്ങനെ പറയരുത്. സാധാരണ ചെയ്യുന്നത് പോലെ വഴക്കുണ്ടാക്കി കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ പോയിട്ട് കാര്യമില്ല. എവിടെ പോയാലും വാരിക്കഴിക്കാൻ കൈ വേണമല്ലോ. കൃഷ്ണൻകുട്ടി എന്തായാലും വാരിത്തരില്ല. പിന്നെ കൃഷ്ണൻകുട്ടിയുടെ ഭാര്യയോട് ചോദിക്കണം. അത് കൃഷ്ണൻകുട്ടിക്ക് ഇഷ്ടപ്പെടുവോ? എന്താണെന്ന് എനിക്കറിയാം. കോപ്പി നോക്കല്ലേ അവിടെ ഇരിക്കുന്നു. ഓന്തോടിയാൽ വേലി വരെ. 1 മണിക്കൂർ കൊണ്ട് വില്ലേജ് ഓഫീസർ ഇവിടെ വരുമെന്ന് എനിക്കറിഞ്ഞൂടെ. എന്നോടാണ് കളി.